WHO ഒരു കണക്ക് പ്രകാരം 13 മുതൽ 17 വയസ്സ് വരെയുള്ള ഒരു ശരാശരി ഒരു കുട്ടിയുടെ സ്ക്രീൻ ടൈം 7 മുതൽ 9 മണിക്കൂർ വരെ. അതായത് കുട്ടികളുടെ 17 വയസ്സെന്നൊക്കെ പറയുമ്പോൾ പീക്ക് ടൈമാണ് നമ്മുടെ സ്കൂളിങ്ങിൽ നമ്മൾ പറയുമ്പോൾ. അപ്പോൾ അവർക്ക് ഇത്രയും അധികം ഒരു സ്ക്രീൻ ടൈമൊക്കെ വരാൻ എങ്ങനെയാണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ നിങ്ങളെ പിടിച്ചിരുത്താൻ വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. ആ ഒരു റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തടത്തോളം കാലം ഒരിക്കലും നമുക്ക് മാറ്റം വരില്ല. നമ്മൾ വിചാരിക്കുന്ന അതൊരു ഇൻബിൽട്ടായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. അല്ല, ഇതൊരു പ്യുവർലി മാർക്കറ്റിംഗ് ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ആംഗിളിൽ, ഒരു മാർക്കറ്റിംഗ് ആംഗിളിൽ, ഒരു കൊമേഴ്ഷ്യൽ ആംഗിളിൽ ഡിസൈൻ ചെയ്യപ്പെട്ട സാധനമാണ്. അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് എന്തൊക്കെ ഒരു വൾണറബിലിറ്റി ഉണ്ടോ ആ വൾണറബിലിറ്റീസിനെയൊക്കെ സൈക്കോളജിക്കലി ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓരോ ഫീച്ചർ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ഫീച്ചറിലൊക്കെ നിങ്ങളെ കുടുക്കിട്ട് വെക്കാനുള്ള ഒരു സൈക്കോളജിക് ട്രിക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ ഫീഡ് എടുത്ത് നോക്കുക. നിങ്ങൾ ഫീഡിൽ എന്തുകൊണ്ടാണ് 2 മിനിറ്റിലേക്ക് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ടും 2.5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്തത്? ഫീഡ് നിങ്ങളെ ലൂപ്പാക്കുന്നുണ്ട്. അത് എക്സാക്ട്ലി കാസിനോസിൽ, ലോട്ടറീസിൽ ഉപയോഗിക്കുന്ന അതേ സൈക്കോളജിയാണ് ഫീഡിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കുന്നതിനുള്ള കാരണം നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിസിപ്പേഷനാണ്. അതായത് നമ്മുടെ അൺപ്രെഡിക്റ്റബിലിറ്റിയാണ്. അടുത്തത് എനിക്ക് കിട്ടുമെന്നുള്ളൊരു ആൻറ്റിസിപ്പേഷനിൽ നമ്മുടെ ഡോപ്പമിൻ റിലീസാവും. അപ്പോൾ വീണ്ടും ഞാൻ ലോട്ടറി എടുക്കും, അല്ലെങ്കിൽ കാസിനോയിൽ ചൂതാട്ടം നടത്തും. ഇതേ സാധനം തന്നെയാണ് ശരിക്കും ഫീഡിൽ നടക്കുന്നത്. അതായത് ആദ്യത്തെ റീല് കണ്ടു, അപ്പോൾ എനിക്ക് എക്സൈറ്റിംഗ് ആയി തോന്നി. രണ്ടാമത്തെ റീല് കണ്ടു, അതെനിക്ക് അത്ര എക്സൈറ്റിംഗ് അല്ല, പക്ഷേ എൻ്റെ വിശ്വാസം എന്താണ്, അടുത്തത് എക്സൈറ്റിംഗ് ആവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്തതിലേക്ക് സ്ക്രോൾ ചെയ്യും. അങ്ങനെ നമ്മൾ അൺപ്രെഡിക്റ്റബിൾ ആക്കി മുന്നോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതൊരു വലിയൊരു എൻജിനീയർഡാണ്. അതേപോലെ സ്റ്റാറ്റസ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഏതൊരു മനുഷ്യനും സോഷ്യൽ വാലിഡേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ ട്രോഫീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഷോറൂമിൽ വെക്കുന്നത്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ വെച്ചാൽ പോരെ. കാരണം സോഷ്യൽ വാലിഡേഷൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ആണ് എന്ന് വരുത്തി തീർക്കാൻ സ്റ്റാറ്റസ് ഇടുന്ന അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ സ്റ്റോറി തുടങ്ങിയത്. ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയോ വൾണറബിലിറ്റി ഉണ്ടോ ആ വൾണറബിലിറ്റീനെയൊക്കെയാണ് അവർ ഓരോ ഫീച്ചറായിട്ട് ഹാക്ക് ചെയ്തിരിക്കുന്നത്. ഫിൽറ്റർ നിങ്ങളുടെ കോൺഫിഡൻസ്, നിങ്ങളുടെ രൂപത്തിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് കുറവിനെയാണ് ശരിക്കും ഫിൽറ്റർ പരിഹരിച്ചു തരുന്നത്. ഫിൽറ്റർ പല രൂപത്തിൽ നിങ്ങൾക്ക് തരുമ്പോൾ അതിൽ നിങ്ങൾ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രൂപം നിങ്ങൾ സെലക്ട് ചെയ്യും. അവതാറുകൾ നിങ്ങൾക്ക് അതാണ് തരുന്നത്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഹാക്ക് ചെയ്തതാണെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ഈ കുഴിയിലേക്ക് വീണ്ടും വീണു പോകും എന്നുള്ളതാണ് ശരിക്കും പറയാനുള്ളത്.